ഇതൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മാന്തിയുടെ ലഗ്നാതിലുള്ള ഒരു ജാതകമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് എഫക്റ്റ് ആകും. അതുകൊണ്ട് നമുക്ക് അതിനൊരു പരിഹാരം തേടേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആചാര്യന്മാർ അതിന് പല തരത്തിലുള്ള പരിഹാരങ്ങൾ പറയുന്നുണ്ട്. എന്നാലും നമ്മൾ നോർമലായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അങ്ങാടിക്കടയിൽ വെൺകടുക് എന്നൊരു ഐറ്റം കിട്ടും. കടുക് തന്നെയാണ്, പക്ഷേ വെളുത്ത കടുകായിരിക്കും അത്. ആൾമോസ്റ്റ് ഒരുമാതിരി ഡള്ളായിട്ടുണ്ടാകുന്നൊരു കടുകായിരിക്കും അത് വാങ്ങി വെച്ചേക്കുക. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ശനിയാഴ്ചയോ കർത്തവാവിനന്ന് ഉപയോഗിക്കാം. കർത്തവാവ് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്കതെടുത്ത് വീടിൻ്റെ പടിഞ്ഞാറേ വശത്ത്, അതായത് എന്താ പറയുന്നത്, അവിടെയാണ് ശനി ഭഗവാന്റെ സ്ഥാനം. അത് വീടിൻ്റെ ഒരു വൈകുന്നേര സമയത്ത്, ത്രിസന്ധ്യ സമയത്ത് 6-6:30 കഴിഞ്ഞ് വിളക്ക് വെച്ച ശേഷം നമ്മൾ അവിടെ ഇറങ്ങി നിന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ വലതുവശത്ത്, അതായത് ചെവി നമ്മളെടുത്തോളൂ, ഫസ്റ്റ് വലത് ചെവിയുടെ അങ്ങനെ ആ ഒരു സൈഡിൽ കൂടെ അങ്ങനെ ശരീരം മുഴുവൻ അങ്ങനെ 3 പ്രാവശ്യം, പിന്നെ ഇടതുവശത്തൂടെ അങ്ങനെ ഒരു 3 പ്രാവശ്യം, പിന്നെ നെറ്റിയിൽ നിന്ന് താഴേക്ക് എടുത്തിട്ട് നമ്മളെ പാദം വരെ തൊട്ട് അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അതിൽ വന്നിട്ട് 1 പ്രാവശ്യം ഉച്ഛ്വാസം, നമ്മൾ 3 ഒരു ഉച്ഛ്വാസമായി ഇടുക. 3 ഇട്ടാൽ നല്ലത്, 1 ആയാലും കുഴപ്പമില്ല. നമ്മൾ ശ്വാസം വലിച്ച് വെളിയിലേക്ക് വിടുന്നില്ലേ, അപ്പം എന്നിട്ട് അത് വന്നിട്ട് നമ്മളൊരു ചിരട്ടയിൽ ഒരു തീ ഇട്ട് വെച്ചിരിക്കണം. അതിലേക്ക് നമ്മൾ ആ കടുക് ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിക്കോളും, അറിയാമല്ലോ, കടുക് പൊട്ടും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് മാറും എന്നുള്ളതാണ് ആചാര്യന്മാരാൽ പറയപ്പെടുന്നത്. പലർക്കും അനുഭവങ്ങളുണ്ട്, അത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച്